കേട്ടു യേശുനാഥൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വീണ്ടും യേശുനാഥൻ പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരിയും സഹോദരന്മാരും എന്ന്. നമ്മളെല്ലാവരും രക്തബന്ധത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവർ തന്നെയാണ്, അല്ലേ? രക്തബന്ധം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ളൊരു കാരണമാണ്. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് രക്തബന്ധത്തെ കാണിച്ച് കൊടുക്കുന്നതും രക്തബന്ധത്തെ ഇത്രമാത്രം മഹത്വീകരിക്കുന്നതിനുമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം കൊള്ളുന്ന കാര്യം തന്നെയാണ്. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഞാൻ കരുതുകയാണ്, ഈശോയെ സംബന്ധിച്ചിടത്തോളം, യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രക്തബന്ധമായ, ഏറ്റവും അടുത്ത രക്തബന്ധമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധം എന്ന് പറയുമ്പോൾ അമ്മയെക്കാളും ഉപരിയായിട്ടുള്ള ഒരു രക്തബന്ധം ഈ ലോകത്തിൽ വേറെയുമില്ല. അപ്പോൾ രക്തബന്ധം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്, വലിയൊരു പവിത്രതയാണ്. അപ്പോൾ ആ രക്തബന്ധത്തിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബന്ധമാണ് അമ്മയും മകനും എന്നുള്ള ആ ബന്ധം. അപ്പോൾ തീർച്ചയായിട്ടും യേശുനാഥൻ ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ യേശുനാഥൻ അമ്മയെ, മറിയത്തെ തള്ളി പറയുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. അതൊരിക്കലും ഒരു തള്ളിപ്പറച്ചിലല്ല. കാരണം ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് രക്തബന്ധം എന്ന് പറയുന്ന ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബന്ധമാണെന്നിരിക്കെ, അതിലും സർവശ്രേഷ്ഠമായിട്ടുള്ള ബന്ധമാണ് അമ്മയും മകനും എന്നിരിക്കെ, യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്നാൽ അതിനേക്കാളും വലിയൊരു ബന്ധമാണ് ദൈവഹിതം നടപ്പിലാക്കുന്ന ബന്ധം എന്ന് പറയുന്നത്, വചനം പ്രാവർത്തികമാക്കി മാറ്റുന്ന ബന്ധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഈശോയെ നന്ദി. അതായത് ഈശോയെ സംബന്ധിച്ചിടത്തോളം, യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് വലിയൊരു സർവശ്രേഷ്ഠമായിട്ടുള്ള ബന്ധമാണെങ്കിൽ പോലും ആ അമ്മയിൽ യേശുനാഥൻ കാണുന്ന ബന്ധം രക്തബന്ധത്തെക്കാളും ഉപരിയായിട്ട്, ആ രക്തബന്ധത്തിലും ആ പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ദൈവഹിതം നടപ്പിലാക്കിയവളാണ് അവൾ എന്നാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം ഇത്രമാത്രം വിശുദ്ധിയോടുകൂടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും ഈ ലോകത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനായിരിക്കും എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറയുമ്പോൾ, ഈ അമ്മയെക്കാളും വലുതായിട്ട് ശ്രേഷ്ഠമായിട്ട് ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പിലാക്കിയ മറ്റൊരു വ്യക്തിയെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതായിരിക്കാം ഉത്തരം. കാരണം അവളെക്കാളും വിശുദ്ധിയിലും സമർപ്പണ മനോഭാവത്തിലും എളിമയിലും ആ വചനം നടപ്പിലാക്കിയതായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെയില്ല. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അമ്മ എന്ന യോഗ്യത ഒരുവൾക്ക് വേണമെങ്കിൽ അവള് രക്തബന്ധം കൊണ്ട് മാത്രം അമ്മയായാൽ പോരാ, മറിച്ചോ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ ഒരു മകനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ അമ്മയും മകനും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ലൊരു സഹോദരനായി മാറുക, സഹോദരിയായി മാറുക എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെ മാത്രമായാൽ പോരാ, പിതാവിൻ്റെ തിരുഹിതം
നിറവേറ്റുന്നതിലൂടെയുമാകണം. അപ്പനെന്ന് പറയുന്നതും സഹോദരങ്ങളെന്ന് പറയുന്നതും ജീവിത പങ്കാളി എന്ന് പറയുന്നതും എല്ലാം ദൈവഹിതത്തിന് പരമോന്നത സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവ പദ്ധതിക്ക് പരമോന്നത സ്ഥാനം കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കണം അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കേണ്ടത്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ എടുത്തു നോക്കിക്കേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ രക്തബന്ധത്തിലുള്ള തൻ്റെ അപ്പൻ എന്ത് ചിന്തിക്കും, അമ്മ എന്ത് ചിന്തിക്കും, ജീവിത പങ്കാളി എന്ത് ചിന്തിക്കും, ഇനി എന്നിലൂടെ കടന്നു വരുന്ന മക്കള് അല്ലെങ്കിൽ മകൻ എന്ത് ചിന്തിക്കും എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. ആ രക്തബന്ധത്തെക്കാളും ഉപരിയായിട്ട് അവൾ കൊടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവ വചനത്തിനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുമനസ്സിനൊത്തവണ്ണം, ദൈവിക പദ്ധതിക്കൊത്തവണ്ണം ജീവിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ദൈവ പദ്ധതി, പിതാവിൻ്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിച്ചറിയുന്നതിലും അത് നടപ്പിലാക്കുന്നതിലൂടെയും മാത്രമായിരിക്കും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നൊവേനയിലായിരിക്കുമ്പോഴും ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷകളിലായിരിക്കുമ്പോഴുമൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ ബന്ധങ്ങളിലും ദൈവവചന അടിസ്ഥാനമാക്കിയുള്ള ബന്ധമായിരിക്കട്ടെ.